നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷനെ കുറിച്ച് പറഞ്ഞു അല്ലെ. മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ സപ്പോസ് യു ഹാവ് എ റാൻഡം വേരിയബിൾ എക്സ് അല്ലെ. എക്സ് എന്ന് പറയുന്നത് ഇറ്റ് മേ ബി ഡിസ്ക്രീറ്റ് ഓർ കണ്ടിന്യൂസ്, രണ്ട് കേസ് ആവാനാണ് സാധ്യത. അപ്പൊ എക്സ് ഡിസ്ക്രീറ്റ് ആണെങ്കിൽ എങ്ങനെയാണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് നമ്മൾ പറയുന്നത് നമ്മൾ കണ്ടു. അതുപോലെ എക്സ് കണ്ടിന്യൂസ് ആണെങ്കിൽ എങ്ങനെയാണ് പറയേണ്ടതെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. സപ്പോസ് ഈ എക്സ് എന്ന് പറയുന്നത് ഒരു എക്സിന്റെ ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കാം. എക്സിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എക്സ് സ്ക്വയർ ആവാം, എക്സ് ക്യൂബ് ആവാം, അല്ലെ 2x+1 ആവാം. അങ്ങനെ എക്സ് ഇൻവോൾവ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആയിട്ട് വരാം. അപ്പൊ അതിന് നമ്മൾ ജി ഓഫ് എക്സ് എന്ന് പേര് കൊടുക്കുക. അപ്പൊ എക്സ് ഇൻവോൾവ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് ജി ഓഫ് എക്സ്. Then what about expectation of g of x? The expectation of x എന്താ നിങ്ങൾ കണ്ടു. Then what about expectation of g of x? അപ്പൊ അതിൽ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിരിക്കുന്ന മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനിൽ എക്സിന്റെ സ്ഥാനത്തൊക്കെ ജി ഓഫ് എക്സ് വരുന്നേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ എക്സ്പെക്ടേഷൻ ഓഫ് 2x എന്ന് പറഞ്ഞാൽ സമ്മേഷൻ ഓവർ എക്സ് 2x ഇൻറ്റു പി ഓഫ് എക്സ് എന്ന് വരും. അപ്പൊ എക്സ് എന്ന് എഴുതിയ കൊടുത്തിൽ ഈ ജി ഓഫ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതേ വ്യത്യാസം അതിൻ്റെ അകത്ത് വരുന്നുള്ളൂ. ഓക്കെ. അപ്പൊ ഇവിടെ വേറൊരു കേസ് വരുന്നത് എന്താ വെച്ചാല് നമ്മൾ എക്സിന്റെ ഫംഗ്ഷനും അതിന്റെ പ്രോബിലിറ്റി കൊണ്ടാണല്ലോ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. പി ഓഫ് എക്സ് ആകുമ്പോൾ അത് ഡിസ്ക്രീറ്റ് ആകുമ്പോൾ പി ഓഫ് എക്സ്, കണ്ടിന്യൂസ് ആകുമ്പോൾ എഫ് ഓഫ് എക്സ്. അതുകൊണ്ടാണല്ലോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ചിലപ്പോഴൊക്കെ നമുക്ക് എക്സും വൈയും ഇൻവോൾവ് ആവുന്ന സിറ്റുവേഷൻ വരും. അതായത് നമുക്ക് ജോയിന്റ് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ നമ്മൾ പഠിച്ചു. എക്സും വൈയും ഇൻവോൾവ് ചെയ്യുമ്പോഴാണ് അത് ജോയിന്റ് ആയിട്ട് വരുന്നത് അല്ലെ, ബൈവേരിയന്റ് സിറ്റുവേഷൻ. ചിലപ്പോൾ ഈ എക്സും വൈക്കും ചില കണ്ടീഷൻസ് തരാം. കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വൈ തന്നിട്ടുണ്ടാവും. അപ്പൊ എക്സിന്റെ പ്രോബിലിറ്റി എന്ത് നമ്മൾ റീഡ് ചെയ്യുന്ന പ്രോബിലിറ്റി ഓഫ് എക്സ് ഗിവൺ വൈ എന്നാണ് പറയാം അല്ലെ. പ്രോബിലിറ്റി ഓഫ് എക്സ് ഗിവൺ വൈ അത് നമ്മൾ പറയുന്നത് കണ്ടീഷണൽ പി എം എഫ് അല്ലെ കണ്ടീഷണൽ പി ഡി എഫ് എന്നൊക്കെ പറയും. അപ്പൊ ഈ കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് എക്സ്പെക്ടേഷനെയും കാണാൻ പറ്റും. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ തന്നിട്ടുണ്ട്, വൈ ഈസ് അവൈലബിൾ. അപ്പൊ അതെങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാം? അത് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ അതിന്റെ വ്യത്യാസം വരുന്നത് എവിടെയാ വെച്ചാല് പ്രോബിലിറ്റിയിലെ വ്യത്യാസം വരുള്ളൂ. സമ്മേഷൻ ഓവർ എക്സ് എക്സ് ഗിവൺ വൈ എന്നല്ല നമ്മൾ എഴുതുക. സമ്മേഷൻ ഓവർ എക്സ് എക്സ് ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എക്സ് ഗിവൺ വൈ. ആ പ്രോബിലിറ്റിയിൽ മാത്രമേ മാറ്റം വരൂ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത് തരാം. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഞാൻ ഷെയർ ചെയ്ത സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. സ്ക്രീൻ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? ഫസ്റ്റ് പറയുന്നത് എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് ജി ഓഫ് എക്സ് വൈ ഗിവൺ വൈ ഈക്വൽ ടു വൈ. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് ജി ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ ഒരു ജോയിന്റ് അല്ലെ, ഒരു ബൈവേരിയന്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ആ ഡിസ്ട്രിബ്യൂഷനിൽ ആരെ നമുക്ക് തന്നിട്ടുണ്ട്? വൈ തന്നിട്ടുണ്ട്. വൈ ഈസ് അവൈലബിൾ. ഈ വരയിട്ട് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഗിവൺ എന്നാണ്. അപ്പൊ വൈ ഈസ് അവൈലബിൾ. ദെൻ വാട്ട് അബൌട്ട് ദ എക്സ്പെക്ടേഷൻ? അപ്പൊ ഇവിടെ വൈ അവൈലബിൾ അല്ലെങ്കിൽ ഇത് എങ്ങനെയാ മാറുക? എക്സ്പെക്ടേഷൻ ഓഫ് ജി ഓഫ് എക്സ് വൈ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എക്സ് വൈ എന്ന് വരും അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് ഇതെങ്ങനെ വരും വെച്ചാല് സമ്മേഷൻ ഓവർ ഐ ജി ഓഫ് എക്സ് ഐ വൈ എ വൈ ജെ എക്സ് ഐ വൈ ജെ. സമ്മേഷൻ ഓവർ ഐ സമ്മേഷൻ ഓവർ ജെ ഉണ്ടാവും. ഓക്കെ. അപ്പൊ ജി ഓഫ് എക്സ് ഐ വൈ ജെ ഇൻറ്റു പ്രോബിലിറ്റി. ഈ പ്രോബിലിറ്റി ഉള്ള ടേമിലാണ് വ്യത്യാസം വരുന്നത്. അത് ശ്രദ്ധിക്കാം. ഇവിടെ ഈ പ്രോബിലിറ്റിയിലാണ് മാറ്റം വരിക. പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഐ ഗിവൺ വൈ ഈക്വൽ ടു വൈ ഐ. ഈ ഗിവൺ ഏതാണെന്ന് നോക്കുക, അതാണ് പ്രോബിലിറ്റി വരിക. ഓക്കെ. അപ്പൊ ഇതിന്റെ എക്സ്പ്രഷൻ എന്താ വരിക? പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം കണ്ടീഷണൽ പ്രോബിലിറ്റി ആണ്. പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്താണ്? പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പ്രോബിലിറ്റി ഓഫ് ബി എന്നാണ് അല്ലെ. നിങ്ങളത് പഠിച്ചിട്ടുണ്ട് പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഐ കോമ വൈ ഈക്വൽ ടു വൈ ജെ അല്ലെ. എക്സ് ഈക്വൽ ടു എക്സ് ഐ ഇന്റർസെക്ട് വൈ ഈക്വൽ ടു വൈ ജെ ഡിവൈഡ് ബൈ പ്രോബിലിറ്റി ഓഫ് വൈ ഈക്വൽ ടു വൈ ജെ. അപ്പൊ ഇതാണ് ശരിക്കും അതിന്റെ എക്സ്പ്രഷൻ. ഈ എക്സ്പ്രഷൻ ആണ് എന്ത്? പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഐ ഗിവൺ വൈ ഈക്വൽ ടു വൈ ജെ എന്ന് പറയുന്നത്. അവിടെ വൈ ഈക്വൽ ടു വൈ ജെയുമായിട്ട് ഈ സമ്മേഷൻ ഒരു ബന്ധവുമില്ല. സമ്മേഷൻ ഓവർ എക്സിലാണ് അല്ലെ. വൈ ഈക്വൽ ടു വൈ ജെ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഗിവൺ. അതൊരു വേരിയബിൾ അല്ല, അപ്പോൾ അത് ഗിവൺ ആണ്. അതുകൊണ്ടാണ് അത് ഡിനോമിനേറ്ററിൽ പോയത്. ബാക്കി സംഗതിയെ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ എക്സ്പെക്ടേഷൻ നമ്മൾ ഈ ഫോർമുല വെച്ച് വർക്ക്ഔട്ട് ചെയ്യണം.
അത് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രോബിലിറ്റി കിട്ടും. അപ്പൊ ഇതിൽ സപ്പോസ് ജി ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് നമ്മളിപ്പോ എക്സ് ആയിട്ട് എടുക്കുകയെന്ന് വിചാരിക്കുക. പ്രോബിലിറ്റി ഓഫ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ ഈക്വൽ ടു വൈ ജെ. അപ്പൊ എങ്ങനെയായിരിക്കും എക്സ്പ്രഷൻ വരിക? എക്സ് മാത്രം ആയതുകൊണ്ട് ഇവിടെ എക്സ് വരും. പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഐ ഗിവൺ വൈ ഈക്വൽ ടു വൈ ജെ. അപ്പൊ ഈ പ്രോബിലിറ്റി വർക്ക്ഔട്ട് ചെയ്തിട്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എവിടെയാണ് ചേഞ്ച് നോക്കൂ, ചേഞ്ച് പ്രോബിലിറ്റിയിൽ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. ഈ ടേമിൽ ഒരു ചേഞ്ചും വരുന്നില്ല. ഓക്കെ, ഇതേപോലെ പിന്നെ നിങ്ങൾക്ക് എക്സ്പെക്ടേഷൻ ഓഫ് വൈ ഗിവൺ എക്സ് ഈക്വൽ ടു എക്സ് ഐ കാണാം. വൈ ഗിവൺ ആവുമ്പോൾ ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് വൈ കൊടുത്താൽ മതി, അതേ വ്യത്യാസമുള്ളൂ. ഇവിടെ പ്രോബിലിറ്റി വൈ ഗിവൺ എക്സ് ആവും, അത്ര വ്യത്യാസം വരുള്ളൂ. ഇനി ഇത് വെച്ച് നിങ്ങൾക്ക് വേരിയൻസും കാണാൻ പറ്റും. വേരിയൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓൾ സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ടെന്നേ ഉള്ളൂ. ഗിവൺ വൈ ഈക്വൽ ടു വൈ ജെ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഇതിന്റെ അകത്ത് വരും. ആ ഒരു വ്യത്യാസം മാത്രമേ ഇതിന്റെ അകത്ത് ഫോർമുലയിൽ അത് വരുന്നുള്ളൂ. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, പിന്നെ ഇതില് നമുക്ക് ചില ഇതേ എക്സ്പ്രഷൻസ് തന്നെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതേ എക്സ്പ്രഷൻസ് തന്നെ വേണമെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് കേസിലും കൊണ്ടുവരാം. കണ്ടിന്യൂസ് കേസിലാവുമ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് സമ്മേഷൻ എന്ത് വേണം, ഇന്റഗ്രേറ്റ് ചെയ്യണം എന്ന് വ്യത്യാസം മാത്രമേ ഉള്ളൂ. സമ്മേഷന് പകരം കണ്ടിന്യൂസ് കേസ് ആണെങ്കിൽ സമ്മേഷന് പകരം നമ്മൾ എന്ത് ചെയ്യണം, സമ്മേഷന് പകരം ഇന്റഗ്രേറ്റ് ചെയ്യണം അല്ലെ. ഇന്റഗ്രേഷൻ ആണ് സമ്മേഷന് പകരം വരിക കണ്ടിന്യൂസ് കേസിൽ. അപ്പൊ അതാണ് അവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് കേസിൽ അതിന്റെ എക്സ്പ്രഷൻ ഇങ്ങനെയാണ് വരിക. ഈ ഡിനോമിനേറ്ററിൽ ഇങ്ങനെ വരാൻ കാരണം എന്താണെന്ന് വെച്ചാല് അതിന്റെ കാരണം ഡിനോമിനേറ്ററിൽ വരുന്ന സംഗതി എന്ന് പറയുന്നത് അത് വേരിയബിൾ അല്ല കേട്ടോ, അത് വേരിയബിൾ അല്ല. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റുന്നത്, അതിനെ നമുക്ക് ആ രീതിയിൽ ഡിനോമിനേറ്ററിലേക്ക് എഴുതാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് അതിന്റെ വേരിയൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. ഇനി സാധാരണ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ദ എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ദ എക്സ്പെക്ടേഷൻ ഓഫ് കണ്ടീഷൻ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഗിവൺ ബൈ അല്ലെ. അതായത് അല്ലെങ്കിൽ ഇങ്ങനെ പറയും, പ്രൂവ് ദാറ്റ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഗിവൺ ബൈ. അപ്പൊ ഇവിടെ ഈ ഒരു എക്സ്പ്രഷൻ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് അല്ലെ, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഗിവൺ ബൈ, ഈ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഗിവൺ ബൈന്റെ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് തന്നെയാണെന്നാണ് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇത് പ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. എന്നിട്ട് നേരെ അതിന്റെ എക്സ്പ്രഷൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ സൊല്യൂഷൻ കിട്ടും. ഇപ്പൊ ഇവിടെ നമ്മൾ ഡിസ്ക്രീറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തു. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഗിവൺ ബൈ എന്ന് പറഞ്ഞാല് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഗിവൺ ബൈ എന്ന് പറഞ്ഞാൽ എന്താ വരിക, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഗിവൺ ബൈ ഈ ഒരു ടേം ആദ്യം എക്സ്പാൻഡ് ചെയ്യാം. ആ ടേം എന്ന് പറഞ്ഞാൽ ഇതാണ്, എക്സ് ഗിവൺ വൈ ആയതുകൊണ്ട് ഇവിടെ എക്സ് വരും അല്ലെ. പ്രോബിലിറ്റി ഓഫ് എക്സ് ഗിവൺ വൈ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, പ്രോബിലിറ്റി ഓഫ് എക്സ് ഗിവൺ വൈ കൊണ്ട് ഇതിന് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി എന്ത് ചെയ്യുക, അതിന്റെ അകത്തേക്ക് നമ്മൾ ഈ എക്സ്പെക്ടേഷൻ കൊണ്ടുവരാം. അതിനു മുമ്പ് ഈ പ്രോബിലിറ്റി അങ്ങ് എക്സ്പാൻഡ് ചെയ്യാം. പ്രോബിലിറ്റി ഓഫ് എക്സ് ഗിവൺ വൈ എന്ന് പറഞ്ഞാൽ ഈ ടേം ആണ് വരും. പ്രോബിലിറ്റി ഓഫ് എക്സ് ഗിവൺ വൈ എന്ന് പറഞ്ഞാൽ ഈ ടേം വരും. ഓക്കെ, അതിൽ ഈ ഗിവൺ വൈ എന്ന് പറയുന്നതിന് ഇതൊരു കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. കാരണം എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ്, വൈ ഗിവൺ ആണ്. വൈ ഗിവൺ എന്ന് പറഞ്ഞാൽ വൈ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അപ്പൊ ആ വൈയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ വൈയെ വേണമെങ്കിൽ നമുക്ക് അങ്ങ് വെളിയിലേക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം വെച്ചാൽ അതിന്റെ വീണ്ടും എക്സ്പെക്ടേഷൻ വർക്ക്ഔട്ട് ചെയ്യണം. അപ്പൊ അതിന്റെ എക്സ്പെക്ടേഷൻ വർക്ക്ഔട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഈ ഒരു ടേമിലേക്ക് വരും എന്ന് പറഞ്ഞാല് എക്സ് ഐ ഇൻറ്റു ഇത്രയും ടേം വരും അല്ലെ, അത്രയും ടേം വരും ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് അവിടെ ആരാണ് വരിക, സമ്മേഷൻ ഓവർ ജെയിലാണ് നമ്മൾ വരുന്നത് അടുത്ത എക്സ്പെക്ടേഷൻ വരുമ്പോൾ. അപ്പൊ ഒരു പ്രോബിലിറ്റി ഓഫ് വൈ ഈക്വൽ ടു വൈ ജെ കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അത് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ ഈ രീതിയിൽ ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് വരുമ്പോൾ ഇതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിലെ സമ്മേഷൻ ഓവർ സമ്മേഷൻ ഓവർ ജെ ജോയിന്റ് പി ഡി എഫ് എന്ന് പറയുമ്പോൾ മാർജിനലായി മാറി. അപ്പൊ ഇത് ഈ മാർജിനലായിട്ട് മാറും. ബാക്കി ഒരു എക്സ് ഐ വെളിയിലുണ്ടാവും. അപ്പൊ സമ്മേഷൻ ഓവർ എക്സ് ഐ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എക്സ് ഐ എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ്. അപ്പൊ നിങ്ങൾ ഈ മെറ്റീരിയൽ ഞാൻ ഷെയർ ചെയ്ത് തരും. അപ്പൊ അത് വെച്ചിട്ട് ഈ പ്രൂഫ് നോക്കി പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ ക്ലിയർ ചെയ്യാം. പിന്നെ ഇതേപോലെ ഇതിന്റെ വേരിയൻസിന്റെ ഒരു ഇതാണ് അടുത്ത തിയറമായിട്ട് പറയുന്നത്, വേരിയൻസ് ഓഫ് എക്സ്. ഇതും ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട് ഈ ഒരു എക്സ്പ്രഷൻ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട്.
അപ്പൊ അതിന്റെ പ്രൂഫ് എന്ന് പറയുന്നതും ഡയറക്റ്റ് ആണ്. വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ആ എക്സ്പ്രഷൻ വെച്ചിട്ടാണ് ഇതിനെ എക്സ്പാൻഡ് ചെയ്യേണ്ടത്. അപ്പൊ എക്സ്പെക്ടേഷനോ, അപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്നത് റൈറ്റ് സൈഡ് എടുത്തിട്ട് എങ്ങനെ വേണമെങ്കിലും പ്രൂവ് ചെയ്യാം. റൈറ്റ് സൈഡ് എടുത്തിട്ട് അത് വേരിയൻസ് ഓഫ് എക്സ് ആണെന്നാണ് പ്രൂവ് ചെയ്തിരിക്കുന്നത്. അപ്പൊ റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എക്സ്പെക്ടേഷൻ ഓഫ് വേരിയൻസ് ഓഫ് എക്സ് ഗിവൺ വൈ പ്ലസ് വേരിയൻസ് ഓഫ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് വേരിയൻസ് ഓഫ് എക്സ് ഗിവൺ വൈ എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ, ആ എക്സ്പ്രഷൻ ഉപയോഗിച്ചു. അടുത്തതിന്റെ വീണ്ടും എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഗിവൺ വൈയുടെ എക്സ്പ്രഷൻ അവിടെ ഉപയോഗിച്ചു. ഓക്കെ, എന്നിട്ട് അതിന് ചില ടേംസ് ഒന്ന് ക്യാൻസൽ ചെയ്ത് പോകും. അത് നോക്കാം നിങ്ങൾ. ഇവിടെ ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് ലാസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്ന ടേം എന്ന് പറഞ്ഞ വേരിയൻസ് ഓഫ് എക്സ് ആണ്. അപ്പൊ ഇതിന്റെ ഈ മെറ്റീരിയൽ ഞാൻ ഷെയർ ചെയ്ത് തരാം. അപ്പൊ എങ്ങനെയാ വന്നതെന്നുള്ള ഈ ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ നോക്കുക, ഇതാണ് അതിന്റെ പ്രൂഫ്. ഇതും സാധാരണ ചോദിക്കുന്നതാണ്. ഓക്കെ, പിന്നെ ചില കാര്യങ്ങൾ ഇതില് ഇപ്പോ ഈ ചില ജനറൽ ആയിട്ടുള്ള തിയറങ്ങളാണ്. ഇഫ് എ ആൻഡ് ബി ആർ ടു മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻസ്, അല്ലെ, എക്സ്ക്ലൂസീവ് ഈവൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഗിവൺ എ യൂണിയൻ ബി എന്തായിരിക്കും വരിക? ഇതൊരു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഗിവൺ എ അല്ലെങ്കിൽ എക്സ് ഗിവൺ ബി ആണ് കണ്ടത്. പക്ഷെ അതിന്റെ യൂണിയനും കൂടെ വരുമ്പോൾ അതെന്താണ് വരിക? നേരത്തെ ഉപയോഗിച്ച അതേ എക്സ്പ്രഷൻ തന്നെ ഡിനോമിനേറ്ററിൽ പക്ഷെ എന്ത് വരും? ഡിനോമിനേറ്ററിൽ ഇവിടെ ചെറിയൊരു മാറ്റം വരും. എ യൂണിയൻ ബി ആണ് ഉണ്ടാവുക. നേരത്തെ എക്സ് ഗിവൺ എ എന്നോ അല്ലെ എക്സ് ഗിവൺ ബി എന്ന് മാത്രമേ ഉണ്ടാവൂ. പക്ഷെ എ യൂണിയൻ ബി ആകുമ്പോൾ ഡിനോമിനേറ്ററിൽ ഇവിടെ പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഉണ്ടാവും. അതേ വ്യത്യാസമുള്ളൂ. നേരത്തെ എക്സ് ഗിവൺ വൈ ആയിരുന്നു, അപ്പൊ പ്രോബിലിറ്റി ഓഫ് വൈ ആയിരുന്നു, അല്ലെ, വൈ ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞായിരുന്നു ഡിനോമിനേറ്ററിൽ വന്നത്. അപ്പൊ ആ രീതിയിലുള്ള മാറ്റം അവിടെ ഉണ്ടാവുള്ളൂ. അതാണ് ഈ ഇതിലെ തിയറത്തിന്റെ പ്രൂഫിൽ പറയുന്നത്. അപ്പൊ ഈ മെറ്റീരിയൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. അപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അതിൽ പ്രൂഫൊക്കെ അതിലുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അത് എന്ന് പറയുന്നത് കണ്ടീഷണൽ എക്സ്പെക്ടേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെ. നമ്മൾ സാധാരണ മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷൻ പറഞ്ഞു, അതിന് പുറമെ കണ്ടീഷണൽ എക്സ്പെക്ടേഷൻ ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇത് നേരത്തെ നമ്മൾ വിട്ടുപോയൊരു കാര്യമാണ്. ഓക്കെ, അപ്പൊ അത് നിങ്ങളൊന്ന് നോക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ എങ്ങനെ സോൾവ് ചെയ്യുന്നു നിങ്ങൾ നോക്കുക കേട്ടോ. പിന്നെ എം ജി എഫ് ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, അല്ലെ. എം ജി എഫ് എന്ന് പറഞ്ഞാൽ എം എക്സ് ടി എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് ഇ റേസ് ടു ടി എക്സ്, മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ. അതായിരുന്നു നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ ഫംഗ്ഷൻ ഉപയോഗിച്ചാൽ നമുക്ക് മൊമെന്റ്സിനെ ജനറേറ്റ് ചെയ്യാം, അല്ലെ. ഡിസ്ട്രിബ്യൂഷൻ പഠിക്കാൻ മൊമെന്റ്സ് വേണം. റോ മൊമെന്റ്സ് കിട്ടും, സെൻട്രൽ മൊമെന്റ്സ് കാണാൻ പറ്റും. സെൻട്രൽ മൊമെന്റ്സ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്യൂനസ്, കട്ടോസിസ് ഇതൊക്കെ വർക്ക്ഔട്ട് ചെയ്താൽ റാൻഡം വേരിയബിളിന്റെ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷന്റെ പ്രത്യേകത. ആ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട ലിമിറ്റേഷൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. എപ്പോഴും ആ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യണമെന്നില്ല. ഇനി ആ ഫംഗ്ഷൻ ഉണ്ടായെങ്കിൽ തന്നെ അത് മൊമെന്റ്സ് ജനറേറ്റ് ചെയ്യണമെന്നില്ല. ചില ഫംഗ്ഷൻസിന് മൊമെന്റ്സ് ഉണ്ടാവും, പക്ഷെ എം ജി എഫ് ഉണ്ടാവണമെന്നില്ല. അങ്ങനെ കുറെ ഡ്രോബാക്സ് അതിനുണ്ട്. അപ്പൊ എല്ലാ ഫംഗ്ഷൻസും അതിലെ ഡ്രോബാക്സ് ഉണ്ട്. അപ്പൊ എം ജി എഫിന് ഇങ്ങനെ പല ഡ്രോബാക്സും ഉണ്ട്. അതിന്റെ കൗണ്ടർ എക്സാമ്പിൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഡ്രോബാക്സ് ഒക്കെ ഒന്ന് ഓവർകം ചെയ്യാൻ കുറെ കൂടെ നല്ലൊരു ഫംഗ്ഷൻ കൂടെ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഉണ്ട്. ആ ഫംഗ്ഷന്റെ പേരാണ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എന്നാണ് അതിന് പറയാം. ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ വന്നത്? ഇവർ പറയുന്നുണ്ട് ഇൻ സം കേസസ് എം ജി എഫ് ഡസ് നോട്ട് എക്സിസ്റ്റ്, അല്ലെ. കാരണം എന്താ വെച്ചാല് എം ജി എഫ് ഇപ്പൊ കണ്ടിന്യൂസ് എടുത്തു കഴിഞ്ഞാൽ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഇ റേസ് ടു ടി എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നാണ്. അപ്പൊ അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് ആണെങ്കിൽ സമ്മേഷൻ ഓവർ എക്സ് ഇ റേസ് ടു ടി എക്സ് പി ഓഫ് എക്സ് ആണ്. അപ്പൊ ചിലപ്പോൾ ഇത് ഇന്റഗ്രേഷനോ സമ്മേഷനോ ഒക്കെ ആണല്ലോ. ചിലപ്പോൾ ഈ ഫംഗ്ഷൻ എന്തോ സംഭവിക്കാം, അത് ഡൈവേർജന്റ് ഫംഗ്ഷൻ ആവാം. ആ ഫംഗ്ഷൻ ഡൈവേർജന്റ് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സമ്മേഷനോ നമുക്ക് കിട്ടില്ല. അപ്പൊ എം ജി എഫ് എന്ത് ചെയ്യില്ല, എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പൊ അതിന് എക്സാമ്പിൾ ഇപ്പൊ ഇവിടെ ഒരു കണ്ടിന്യൂസ് ഇതിൽ ഒരു PDF വന്നിരിക്കുകയാണ്. 1/1 + x² ഓൾ റേസ് ടു m. അപ്പൊ ഇതിന്റെ നിങ്ങൾ ഈ ഫംഗ്ഷന്റെ എം ജി എഫ് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഫംഗ്ഷന്റെ എം ജി എഫ് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ എം ജി എഫ് എന്ത് ചെയ്യില്ല, എക്സിസ്റ്റ് ചെയ്യില്ല. നിങ്ങൾക്ക് അതിന്റെ ഇന്റഗ്രേഷൻ എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പൊ എം ജി എഫ് അവിടെ എന്ത് ചെയ്യില്ല, എക്സിസ്റ്റ് ചെയ്യും. ഇതേപോലെ തന്നെ ഡിസ്ക്രീറ്റ് കേസിലും എം ജി എഫ് എക്സിസ്റ്റ് ചെയ്യാത്ത എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പോ ഈ എക്സാമ്പിൾ എടുക്കുക. ഇത് നിങ്ങൾ കണ്ടു നേരത്തെ 6/π² x². അപ്പൊ ഈ എഫ് ഓഫ് എക്സ് എടുത്ത് അതിന്റെ എം ജി എഫ് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും എം ജി എഫ് എന്ത് ചെയ്യുന്നില്ല, എം ജി എഫ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ എം ജി എഫ് എല്ലാ ഫംഗ്ഷന്റെയും എം ജി എഫ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് എം ജി എഫ് നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റില്ല.
അപ്പൊ അതിന് ആൾട്ടർനേറ്റീവ് ആയിട്ട് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. ദാറ്റ് ഫംഗ്ഷൻ ഈസ് കോൾഡ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ. എന്താണ് വ്യത്യാസം നോക്കൂ. അതിന്റെ വ്യത്യാസം മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ, എന്നാൽ പെട്ടെന്ന് കാര്യം മനസ്സിലാവും. നേരത്തെ MGF ആണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് e raised to tx ആയിരുന്നു അല്ലെ. അവിടെ ഒരു ഐയും കൂടെ അധികം വന്നു. ആ ഐ ആണ് പ്രശ്നം അല്ലെ. φx ഓഫ് t എന്നാണ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്യുന്നത്. φx ഓഫ് t എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് e raised to itx. ഈ ഐ എന്ന് പറഞ്ഞാൽ അതൊരു ഇമാജിനറി നമ്പറാണ്, കോംപ്ലക്സ് നമ്പറാണ്. കോംപ്ലക്സ് അനാലിസിസ് നിങ്ങൾ പഠിച്ചു അല്ലെ. അപ്പൊ കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ x പ്ലസ് ഐ വൈ. അപ്പൊ ആ ഐ എന്ന് പറഞ്ഞാൽ ഇമാജിനറി √-1. ആ ഐ തന്നെയാണ് ഇവിടെ വന്നത്. അപ്പൊ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ ആണ് അല്ലെ. ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ അല്ല, ഒരു കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. അപ്പൊ എങ്ങനെയാ വ്യത്യാസം വരിക? നേരത്തെ കണ്ടിന്യൂസ് സ്പേസിൽ e raised to MGF ആണ് e raised to tx f of x dx ആണ്. പക്ഷെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ആണ് e raised to itx എന്ന് വരും. ആ t എന്നുള്ളിടത്തിൽ it എന്ന് വരും. ദാറ്റ് ഇസ് ദ ഡിഫറൻസ്. മനസ്സിലായല്ലോ പറഞ്ഞത്? അപ്പൊ ഇവിടെ അപ്പോ നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണെങ്കിൽ ഇതിനെ ഇങ്ങനെയും ഡിഫൈൻ ചെയ്യാം, ഇങ്ങനെയും ഡിഫൈൻ ചെയ്യാം. ഈ ഡിഫൈനിഷന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ ഡി എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ്. അതിന്റെ ഡെറിവേറ്റീവ് എന്താണ്? ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ്. അപ്പൊ ഈ ഡി എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് സാധനം, എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. അപ്പൊ ഇതിനെ ഇങ്ങനെയും ഡിനോട്ട് ചെയ്യാം. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്ക് അതിനെ ഡിനോട്ട് ചെയ്യാം എന്നാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇനി ഇതിന്റെ അബ്സല്യൂട്ട് വാല്യൂ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ വാട്ട് അബൌട്ട് ദ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഫൈ ഓഫ് ടി അല്ലെ, ഫൈ എക്സ് ഓഫ് ടി. അപ്പൊ ഇതിന്റെ അബ്സല്യൂട്ട് വാല്യൂ കാണാണ്ട് ഈ e raised to itx ന്റെ അബ്സല്യൂട്ട് വാല്യൂ. വാട്ട് അബൌട്ട് ദ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ്? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഒരു ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ്. അപ്പൊ അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ അതിന്റെ മാക്സിമം വാല്യൂ 1 വരെ പോവുള്ളൂ അല്ലെ. അപ്പൊ അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും വരിക. വാട്ട് അബൌട്ട് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് e raised to tx? അത് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. e raised to itx എന്ന് പറഞ്ഞാൽ cos tx plus i sin tx ആണ്, കോംപ്ലക്സ് നമ്പർ അല്ലെ. കോംപ്ലക്സ് നമ്പറിൽ അതിനെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ വെച്ച് നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? അപ്പൊ അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ എന്താ വരിക? √cos² tx plus sin² tx വരും. √cos² plus sin² is 1. √1 1 എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഫൈ ഓഫ് ടി ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പൊ ഇതിന്റെ മാക്സിമം വാല്യൂ എവിടെ വരെ പോകുള്ളൂ? 1 വരെ പോകുള്ളൂ. ഓക്കെ. അതാണ് ഈ MGF-ന് ഇതേ പ്രോപ്പർട്ടി ഉണ്ട് കേട്ടോ. MGF ഇതേപോലെ തന്നെയാണ്, മാക്സിമം 1 വരെ പോകുള്ളൂ, അവിടെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷനും അങ്ങനെ തന്നെയാണ്. ഇനി ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ നമുക്ക് എങ്ങനെയാ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷന് മൊമെന്റ്സിനെ വർക്ക്ഔട്ട് ചെയ്യാം? ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻസിന് മൊമെന്റ്സിനെ വർക്ക്ഔട്ട് ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ MGF-ൽ എന്താണോ ചെയ്തത് അതേ മെത്തേഡ് തന്നെ അല്ലെ. MGF-ൽ നമ്മൾ ചെയ്തു എക്സ്പെക്ടേഷൻ ഓഫ് e raised to itx. ഈ e raised to itx നെ നിങ്ങൾ എക്സ്പോണൻഷ്യൽ സീരീസ് വെച്ച് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോ നേരത്തെ MGF-ൽ e raised to tx ആയിരുന്നു, പക്ഷെ ഇവിടെ it എന്നുണ്ടാവും. അപ്പൊ എല്ലായിടത്തിലും ഒരു it അധികം ഉണ്ടാവും. അതാണ് വ്യത്യാസം വരിക. ഓക്കെ, എല്ലായിടത്തിലും ഒരു it വരും. ആ 1 പ്ലസ് അല്ലെ e raised to itx എന്ന് പറഞ്ഞാൽ 1 പ്ലസ് itx പ്ലസ് it ഹോൾ സ്ക്വയർ ബൈ 2 ഫാക്ടറിയൽ x സ്ക്വയർ പ്ലസ് എക്സെട്രാ ഇങ്ങനെ പോകും. എന്നിട്ട് അതിനകത്ത് എക്സ്പെക്ടേഷൻ ഉള്ളിലേക്ക് എടുക്കുക. നമ്മൾ നേരത്തെ MGF-ൽ ചെയ്ത അതേ ടെക്നിക്ക് തന്നെ. അപ്പൊ ഇവിടെ μ1' കിട്ടി, μ2' കിട്ടി, μr' എക്സെട്രാ എല്ലാം കിട്ടി. അതൊക്കെ എന്ത് മൊമെന്റ് ആണ്? റോ മൊമെന്റ്സ് ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് ഇപ്പൊ μr' എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? കോഎഫിഷ്യന്റ് ഓഫ് it raised to r by r ഫാക്ടോറിയൽ. അതായത് it raised to r by r ഫാക്ടോറിയൽ കോഎഫിഷ്യന്റ് ആണ് ആര്? μr' അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഈ രീതിയിൽ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? റോ മൊമെന്റ്സിനെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അതാണ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷന്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ രീതിയിൽ ഇതിനെ ഒരു സമ്മേഷൻ സീരീസ് ആയിട്ട് നിങ്ങൾക്ക് അതിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു സമ്മേഷൻ സീരീസ് ആയിട്ട് നമ്മൾ MGF-ന് ഇതേപോലെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഇതൊന്ന് ഡെറിവേറ്റീവ് വർക്ക്ഔട്ട് ചെയ്തിട്ട് അല്ലെ T0 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ മൊമെന്റ്സും വർക്ക്ഔട്ട് ചെയ്യാം. നമ്മൾ MGF ചെയ്തിട്ടുണ്ട്. അതേ കാര്യം തന്നെ ആർക്കും ആപ്ലിക്കബിൾ ആണ്, ഇതിനും ആപ്ലിക്കബിൾ ആണ്. ക്യുമുലന്റ് എന്ന് പറയുന്നത് നിങ്ങളിപ്പോ നോക്കണ്ട, ക്യുമുലന്റ് നിങ്ങൾക്ക് സിലബസിലില്ല. ഇനി ഇതിന്റെ പ്രോപ്പർട്ടീസ് ആണ്. എന്തൊക്കെയാണ് ഇതിന്റെ പ്രോപ്പർട്ടീസ്? നമ്മൾ T0 അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. T0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്റഗ്രൽ അല്ലെ എക്സ്പെക്ടേഷൻ ഓഫ് e raised to itx ആണല്ലോ. അപ്പൊ T0 ആകുമ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് e raised to 0 എന്നാണ്. e raised to 0 is 1, എക്സ്പെക്ടേഷൻ ഓഫ് 1 is 1. അപ്പൊ അത് 1 വരും. ഓക്കെ, അടുത്തത് എക്സ്പെക്ടേഷൻ, അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ. ഇതിപ്പോ തൊട്ട് മുമ്പേ നിങ്ങൾ കണ്ടു, അബ്സല്യൂട്ട് വാല്യൂ എപ്പോഴും എന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും.
പിന്നെ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഫൈ ഓഫ് ടി ഈസ് കണ്ടിന്യൂസ് എവരിവെയർ. ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും. അതിന്റെ പ്രൂഫൊന്നും നമുക്ക് ആവശ്യമില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫൈ എക്സ് ഓഫ് മൈനസ് ടി, ടിക്ക് പകരം നിങ്ങൾ മൈനസ് ടി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് കോംപ്ലക്സ് കോൺജുഗേറ്റ് ആണ്. കാരണം ഇതൊരു കോംപ്ലക്സ് നമ്പർ ആണ് അല്ലെ. കോംപ്ലക്സ് നമ്പർ ആകുമ്പോൾ അതിന്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇമാജിനറി പാർട്ടിന്റെ നെഗറ്റീവ് വരും. അതിനാണ് നമ്മൾ കോംപ്ലക്സ് കോൺജുഗേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഇപ്പൊ ഫൈ എക്സ് ഓഫ് ടി എന്ന് പറയുന്നത്. ഫൈ എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഇതാണ് ഫൈ എക്സ് ഓഫ് ടി അല്ലെ. ഇവിടെ നിങ്ങൾ ഐ ടിക്ക് പകരം ടി മൈനസ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? മൈനസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക ഈ ടേം ആണ് അല്ലെ. ഈ ടേം എന്ന് പറയുമ്പോൾ എന്താ വരിക? അത് എക്സ്പെക്ടേഷൻ ഓഫ് മൈനസ് ഐ ടി എക്സ് ആണ്. അതിനാണ് നമ്മൾ ഫൈ എക്സ് ഓഫ് മൈനസ് ടി എന്ന് പറയുന്നത്. അപ്പൊ ഫൈ എക്സ് ഓഫ് മൈനസ് ടി എന്നിട്ട് കഴിഞ്ഞാല് നിങ്ങൾക്ക് കിട്ടുക ഫൈ എക്സ് ഓഫ് ടിയുടെ കോംപ്ലക്സ് കോൺജുഗേറ്റ് ആണ്. അതിന്റെ കോൺജുഗേറ്റ് ഫംഗ്ഷൻ ആണ് കിട്ടുക കേട്ടോ. കോംപ്ലക്സ് കോൺജുഗേറ്റ് ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇതാണ് ആ റിസൾട്ട് എന്ന് പറയുന്നത്. അതിന് ഫൈ എക്സ് ഓഫ് ടി മുകളിൽ ഇങ്ങനെ ഒരു വര ഇടുക ചെയ്യാം. ഇപ്പൊ സെറ്റ് ആണ് കോംപ്ലക്സ് നമ്പർ എന്ന് എഴുതിയാൽ സെറ്റ് കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ സെറ്റിന്റെ മുകളിൽ ഇങ്ങനെ വര ഇട്ട് കഴിഞ്ഞാൽ എന്തായി? അതായത് കോൺജുഗേറ്റ് അല്ലെ, കോംപ്ലക്സ് കോൺജുഗേറ്റ്. അതുപോലെ ഫൈ എക്സിന്റെ മുകളിൽ ഒരു വര ഇട്ട് അതിന്റെ കോൺജുഗേറ്റ് കിട്ടും. എന്താണ് വ്യത്യാസം? ടിക്ക് പകരം മൈനസ് ടി എന്നുള്ളത് വരും. അതാണ് അവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? ഇനി ഇവിടെ തന്നെ ചില റിസൾട്ടുകളൂടെ ഉണ്ട്. സപ്പോസ് ഡിസ്ട്രിബ്യൂഷൻ സിമ്മട്രിക് ആണെന്ന് വിചാരിക്കുക. സിമ്മട്രിക് എന്ന് പറഞ്ഞപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ കർവ് പോലെ അല്ലെ. സിമ്മട്രിക് എന്ന് പറയുമ്പോൾ എഫ് ഓഫ് മൈനസ് എക്സും എഫ് ഓഫ് എക്സും തന്നെയായിരിക്കും ഈക്വൽ ആയിരിക്കും. അതിനാണ് നമ്മൾ സിമ്മട്രിക് എന്ന് പറയുന്നത് അല്ലെ. എക്സ് കണ്ടു കഴിഞ്ഞാലും മൈനസ് എക്സ് കണ്ടു കഴിഞ്ഞാലും അതിന്റെ വാല്യൂ എന്തായിരിക്കണം? എഫ് ഓഫ് എക്സ് അതിന്റെ വാല്യൂ ഈക്വൽ ആയിരിക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് പറയാ? അതിനെ സിമ്മട്രിക് ഫംഗ്ഷൻ എന്ന് പറയാം. സിമ്മട്രിക് എന്ന് പറഞ്ഞ കണ്ടീഷൻ ഇതാണ് സിമ്മട്രിക്കിന്റെ കണ്ടീഷൻ. എഫ് ഓഫ് മൈനസ് എക്സും എഫ് ഓഫ് എക്സും ഈക്വൽ ആവണം. അപ്പൊ സിമ്മട്രിക് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ഈ ഫൈ ഓഫ് എക്സ് ടി എന്ന് പറയുന്നത് ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആയിരിക്കും. ആൻഡ് അതൊരു ഈവൻ ഫംഗ്ഷനും കൂടി ആയിരിക്കും. അതെന്താ അതിന്റെ അർത്ഥം? ഫൈ ഓഫ് എക്സ് ടി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ഫൈ ഓഫ് എക്സ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. പക്ഷെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ സിമ്മട്രിക് ആണെങ്കിൽ നമ്മുടെ ഫൈ എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആയിട്ട് മാറും. അത് കോംപ്ലക്സ് വാല്യൂഡ് അല്ല, റിയൽ വാല്യൂഡ് ആണ്. അപ്പോ എപ്പോഴാണ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ റിയൽ വാല്യൂഡ് ആവുന്നത്? സിമ്മട്രിക് ഫംഗ്ഷൻ മാത്രമാണ്. എന്താണ് സിമ്മട്രിക് ഫംഗ്ഷൻ? എഫ് ഓഫ് മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് അല്ലെ. അപ്പൊ നിങ്ങൾ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എഫ് ഓഫ് മൈനസ് എക്സ് എന്താ വരിക? മൈനസ് എക്സ് സ്ക്വയർ വരും. അത് എക്സ് സ്ക്വയർ തന്നെയാണ്. അപ്പൊ എഫ് ഓഫ് എക്സ് സ്ക്വയർ എന്ത് ഫംഗ്ഷൻ ആണ്? സിമ്മട്രിക് ഫംഗ്ഷൻ ആണ്. അപ്പൊ അങ്ങനെയുള്ള സിമ്മട്രിക് ഫംഗ്ഷൻ ഒക്കെ നിങ്ങൾ ഫൈ എഫ് എക്സ് ടി വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ കണ്ടു കഴിഞ്ഞാൽ അതിൽ ഇമാജിനറി ടേം ഉണ്ടാവില്ല, അത് റിയൽ ടേം ആയിരിക്കും. അതുപോലെ അതൊരു ഈവൻ ഫംഗ്ഷനും ആയിരിക്കും. അതാണ് ഈ പ്രോപ്പർട്ടി പറഞ്ഞത്. ഓക്കെ. പിന്നെ അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫൈ ഓഫ് എക്സ് നിങ്ങൾ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ കണ്ടാൽ ആർത്ത് മൊമെന്റ് എങ്ങനെ കാണാം, റോ മൊമെന്റ് എങ്ങനെ കാണാം, അത് നിങ്ങൾ എം ജി എഫിലും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അതിന്റെ ഡെറിവേറ്റീവ് കാണണം അല്ലെ. ഡെറിവേറ്റീവ് കണ്ടിട്ട് എത്രാമത്തെ മൊമെന്റ് വെച്ചാൽ അത്രയും ഡെറിവേറ്റീവ് കാണണം. എന്നിട്ട് ടി ഈക്വൽ ടു 0 കൊടുക്കണം. അതാണ് വ്യത്യാസം. അത് നിങ്ങൾ എം ജി എഫിലും പഠിച്ചിട്ടുണ്ട്. എം ജി എഫിലും ചെയ്ത അതേപോലെ തന്നെ ആ കാര്യങ്ങളും നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാം. പിന്നെ ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്, സപ്പോസ് ഇപ്പൊ നമ്മൾ എം ജി എഫിലും കണ്ടു, എം എക്സ് സി എക്സ് ഓഫ് എക്സിന് പകരം ഒരു കോൺസ്റ്റന്റോട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ സംഭവിക്കുക? അത് ഈ ക്യാരക്ടറിസ്റ്റിക്കിലും അത് അതേ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. ഫൈ സി എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഫൈ എക്സ് ഓഫ് സി ടി എന്ന് പറയാം. കാരണം എന്താണ്? ഇതെന്ന് പറയുന്നത് നമ്മൾ കണ്ടു എക്സ്പെക്ടേഷൻ ഓഫ് അല്ലെ, എക്സ്പെക്ടേഷൻ ഓഫ് ഇ റേസ് ടു എന്ത് വരും? ഈ എക്സ്പെക്ടേഷൻ ഓഫ് ഇ റേസ് ടു ഐ ടി അല്ലെ. എക്സിന്റെ സ്ഥാനത്ത് എന്ത് വരും? സി, ഒരു സി വരും, സി എക്സ് ഇങ്ങനെ വരും അല്ലെ. അപ്പൊ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യാ വെച്ചാല് ഐ ടി, ഈ സിയും ടിയും ഒരുമിച്ച് കൺസിഡർ ചെയ്യാം. ടിയും സി ഒരുമിച്ച് കൺസിഡർ ചെയ്യാം. ഒരു കോൺസ്റ്റന്റ് ആണല്ലോ. അപ്പൊ ഐ ഈ കോൺസ്റ്റന്റ് ഇൻറ്റു എക്സ്. അപ്പൊ എന്ന് പറഞ്ഞാൽ അതെന്തായി? ഫൈ എക്സ് ഓഫ് കോൺസ്റ്റന്റ് ആരായി? ടി, സി ടി ആയി അല്ലെ. അതുകൊണ്ടാണ് ഇവിടെ സി ടി എന്ന് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങളുടെ x1 x2 ആർ ഇൻഡിപെൻഡന്റ്. ഇത് എം ജി എഫിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എം എക്സ് വൺ പ്ലസ് എക്സ് വൺ പ്ലസ് x2 ഓഫ് ടി എം എക്സ് വൺ ഓഫ് ടി അതിന്റെ പ്രോഡക്റ്റ് ആയിരിക്കും. ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷനിൽ അതേ പ്രോപ്പർട്ടി ഉണ്ട്. അത് ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ അതിന്റെ സമ്മിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ തന്നെ ഓരോന്നിന്റെയും ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷന്റെ പ്രോഡക്റ്റ് കണ്ടാൽ മതി. ഇതിനെ നിങ്ങൾക്ക് ജനറലൈസ് ചെയ്യാം. എത്ര എക്സ് എടുത്തു കഴിഞ്ഞാലും ഇതേ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ. പക്ഷെ അതിന്റെ കോൺവേഴ്സ് ശരിയല്ല. കോൺവേഴ്സ് ഒരിക്കലും ട്രൂ അല്ല. കാരണം നിങ്ങൾക്ക് ഏതെങ്കിലും ഇങ്ങനെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റിയാൽ തിരിച്ച് അവർ ഇൻഡിപെൻഡന്റ് ആണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല.
അതാണ് ആ പറഞ്ഞിരിക്കുന്നത്. ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ എപ്പോഴും എന്തായിരിക്കും, പ്രോഡക്റ്റ് ശരിയായിരിക്കും, പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. പക്ഷെ പ്രോഡക്റ്റ് എഴുതാൻ പറ്റുന്നതുകൊണ്ട് ഫംഗ്ഷൻ എന്താവണമെന്നില്ല, ഇൻഡിപെൻഡന്റ് ആവണം എന്നില്ല. അതിന്റെ കോൺവേഴ്സ് ഒരിക്കലും ശരിയല്ല. ഓക്കെ, അത് പ്രൂവ് ചെയ്യാൻ ഇവിടെ ഒരു കൗണ്ടർ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അത് കോഷി ഡിസ്ട്രിബ്യൂഷനും ലാപ്ലാസ് ഡിസ്ട്രിബ്യൂഷനും ഒക്കെയാണ്. ഇത് കോഷിയാണ്, ആദ്യത്തെ കോഷിയും അടുത്ത ലാപ്ലാസും ആണ്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് അത് പ്രൂവ് ചെയ്യാൻ പറ്റും. അതിന്റെ പ്രൂഫ് കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവും. ഇതിന്റെ കുറച്ച് പ്രോബ്ലംസും ഇഫക്ട് ഓഫ് ചേഞ്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ തരുന്നുണ്ട്. ഈ മെറ്റീരിയൽസ് ഞാൻ തന്നെ ഷെയർ ചെയ്ത് തരും. മെറ്റീരിയൽസ് ഷെയർ ചെയ്തും അത് വെച്ചിട്ട് നിങ്ങൾ കാര്യങ്ങൾ നോക്കണം. ഓക്കെ, നമുക്ക് ടൈം അധികം ഇനിയില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ഒന്ന് കണ്ടീഷണൽ എക്സ്പെക്ടേഷൻ ആണ്, മറ്റേത് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ആണ്. രണ്ടും വളരെ പ്രധാനപ്പെട്ടാണ്. അപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കുക, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് നോക്കുക, അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ഡൗട്ട്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ, താങ്ക് യു.